സൈന്യത്തിൽ പടയാളികളായിരുന്നു. അദ്ദേഹം തൻ്റെ കുടുംബത്തിലെ ഏറ്റവും ഇളയ പുത്രനായിരുന്നു. യുദ്ധരംഗത്തെക്കുറിച്ചുള്ള വാർത്തകൾ അറിയിക്കാൻ പിതാവ് യുദ്ധരംഗത്തേക്ക് അയച്ചതായിരുന്നു അദ്ദേഹത്തെ. യുദ്ധത്തിൽ പങ്കെടുക്കരുതെന്ന് കർശന നിർദ്ദേശവുമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ യുവാവിൻ്റെ ധൈര്യത്തിൽ തലൂത്തിന് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ധൈര്യം കണ്ട് എനിക്ക് സന്തോഷമായി. പക്ഷേ ആ കരുത്തനായ പോരാളിയോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കാകില്ല. ധീരന്മാർ മുന്നോട്ട് വരട്ടെ. എന്നാൽ ഗോലിയാത്തുമായി പോരാടാൻ അദ്ദേഹം നേരത്തെ തീരുമാനിച്ചിരുന്നു. അദ്ദേഹം രാജാവിനോട് വിളിച്ചു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഉറക്കത്തെ ശല്യം ചെയ്ത ഒരു സിംഹത്തെ ഇന്നലെ ഞാൻ കൊന്നു. അതിനു മുമ്പ് ഒരു കരടിയെയും ഞാൻ ഒറ്റയ്ക്ക് കൊന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് എൻ്റെ രൂപം കണ്ട് എന്നെ വിലയിരുത്തരുത്. ആ യുവാവിൻ്റെ ധീരത കണ്ട് തലൂത്ത് ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുകയും ശക്തി നൽകുകയും ചെയ്യട്ടെ. അദ്ദേഹത്തെ ഒരു പോരാളിയുടെ വസ്ത്രങ്ങൾ അണിയിക്കുവാനും ഒരു വാൾ കൊടുക്കുവാനും രാജാവ് തൻ്റെ ആളുകളോട് ആവശ്യപ്പെട്ടു. എന്നാൽ ദാവൂദ് നബി യുദ്ധവസ്ത്രം ധരിക്കാൻ വിസമ്മതിച്ചു. അദ്ദേഹത്തിന് അതിൽ താൽപ്പര്യമില്ലായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾക്ക് തടസ്സമായിരുന്നു. പടയങ്കികൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ചുറ്റുമുണ്ടായിരുന്നവർ ആശ്ചര്യപ്പെട്ടു. കുറച്ച് കല്ലുകൾ ശേഖരിച്ച് അദ്ദേഹം തൻ്റെ സഞ്ചിയിൽ നിറച്ചു. എന്നിട്ട് തൻ്റെ കവണയ്ക്ക് തൊട്ടടുത്തായി തോളിൽ തൂക്കിയിട്ടു. തലൂത്ത് ഇപ്പോൾ വിഷമത്തിലാണ്. നിങ്ങളെങ്ങനെയാണ് കുറച്ച് കല്ലും ഒരു കവണയുമായി യുദ്ധത്തെ പ്രതിരോധിക്കാൻ പോകുന്നത്? അദ്ദേഹം ചോദിച്ചു. കരടിയുടെ നഖങ്ങളിൽ നിന്നും സിംഹത്തിൻ്റെ പല്ലുകളിൽ നിന്നും എന്നെ രക്ഷിച്ച അള്ളാഹു ഈ ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കും. പ്രവാചകൻ മറുപടി പറഞ്ഞു. പ്രവാചകൻ ശത്രുക്കളുടെ നേരെ നടന്നു. അത് കണ്ടപ്പോൾ എതിർ സൈന്യത്തിലുള്ളവർ പൊട്ടിച്ചിരിച്ചു. യുദ്ധം ചെയ്യാൻ വന്ന ആ യുവാവിനെ കണ്ടപ്പോൾ ഗോലിയാത്ത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീ ഇവിടെ കളിക്കാൻ വന്നതാണോ? അതോ നിനക്ക് ജീവിതം മടുത്തോ? എൻ്റെ വാൾ ഒറ്റത്തവണ വീശി നിന്റെ തല വെട്ടാൻ എനിക്ക് കഴിയും. അപ്പോൾ ദാവൂദ് നബി പറഞ്ഞു, നിങ്ങൾക്ക് മേലങ്കിയും കവചങ്ങളും വാളും ഉണ്ടായിരിക്കാം. എന്നാൽ ഞാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിങ്ങളെ നേരിടും. എൻ്റെ റബ്ബിൻ്റെ നിയമങ്ങളാണ് നിങ്ങൾ പരിഹസിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ കവണയിൽ ഒരു കല്ല് വച്ച് ഗോലിയാത്തിനെ ലക്ഷ്യം വച്ച് നിന്നു. അദ്ദേഹം തൊടുത്തുവിട്ട ആ കല്ല് ശരവേഗത്തിൽ ചെന്ന് ഗോലിയാത്തിൻ്റെ നെറ്റിയിൽ പതിച്ചു. ഗോലിയാത്തിൻ്റെ നെറ്റിയിൽ നിന്നും രക്തമൊഴുകി. തൻ്റെ വാൾ വീശാനുള്ള അവസരത്തിന് മുമ്പ് തന്നെ ആ ഭീമൻ നിലംപതിച്ചു. അവിടെ നടന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ ഫലസ്തീൻ സൈന്യം ഞെട്ടിപ്പോയി. അവരുടെ നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കിയപ്പോൾ അവർ ജീവനും കൊണ്ട് ഓടിപ്പോയി. തലൂത്തിനും സൈന്യത്തിനും സംഭവിച്ചതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. യുദ്ധത്തിൽ അവർ ജയിച്ചിരിക്കുന്നു. വർഷങ്ങളായുള്ള കഷ്ടപ്പാടിന് ഒരു അവസാനമായിരിക്കുന്നു. തലൂത്തിൻ്റെ ആളുകൾ അതിയായി സന്തോഷിക്കുകയും പ്രവാചകനെയും ചുമന്നുകൊണ്ട് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ദാവൂദ് നബി ഒറ്റ രാത്രി കൊണ്ട് തന്നെ അവരുടെ നായകനായി. തലൂത്ത് വാക്ക് പാലിക്കുകയും തൻ്റെ മകളെ യുവയോദ്ധാവിന് വിവാഹം ചെയ്തു കൊടുക്കുകയും തൻ്റെ മുഖ്യ ഉപദേഷ്ടാക്കളിൽ ഒരാളായി ദാവൂദ് നബിയെ നിയമിക്കുകയും ചെയ്തു. പ്രവാചകൻ ഇസ്രായേലിൽ പ്രശസ്തനായി. എന്നാൽ പെട്ടെന്നുണ്ടായ പ്രശസ്തിയിൽ അദ്ദേഹം ഒട്ടും അഹങ്കരിച്ചിരുന്നില്ല. അദ്ദേഹം പ്രശസ്തിക്ക് അടിമപ്പെടാതെ അള്ളാഹുവിന് അടിമപ്പെട്ട് ജീവിച്ചു. അതുകൊണ്ട് തന്നെ തൻ്റെ വിജയം ആഘോഷിക്കാൻ അദ്ദേഹം ഒരു കൊട്ടാരത്തിലേക്കും പോയില്ല. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മനോഹരമായ ശബ്ദത്തിൽ അള്ളാഹുവിനെ പുകഴ്ത്തിപ്പാടുകയും ചെയ്തു. അദ്ദേഹം പാടിത്തുടങ്ങിയപ്പോൾ പക്ഷികൾ, സസ്യങ്ങൾ എന്നിവ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് അള്ളാഹുവിനെ പുകഴ്ത്തിപ്പാടി. അള്ളാഹു അദ്ദേഹത്തെ പ്രവാചകനായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തെ പ്രവാചകനായി തിരഞ്ഞെടുത്തപ്പോൾ പക്ഷികളും മൃഗങ്ങളും അദ്ദേഹത്തോടൊപ്പം സന്തോഷം പങ്കിട്ടു. അതുമാത്രമല്ല, മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഭാഷകൾ മനസ്സിലാക്കാനുള്ള കഴിവും അള്ളാഹു ദാവൂദ് നബിക്ക് നൽകി അനുഗ്രഹിച്ചിരുന്നു. പ്രവാചകന് ആ സമയത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന ശീലമുണ്ടായിരുന്നു.
അദ്ദേഹം രാത്രിയുടെ ആദ്യ പകുതിയിൽ ഉറങ്ങുകയും പിന്നീട് കുറേ സമയത്തേക്ക് പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ് വീണ്ടും പോയി കിടന്നുറങ്ങുകയും ചെയ്തിരുന്നു. അക്കാലത്ത് നിരവധി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഓരോ യുദ്ധവും ജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ജനം അദ്ദേഹത്തെ അങ്ങേയറ്റം സ്തുതിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. തലൂത്തിന് പ്രവാചകനോട് അസൂയ തോന്നിത്തുടങ്ങി. ജനങ്ങൾ അദ്ദേഹത്തേക്കാൾ കൂടുതൽ പ്രവാചകനെ സ്തുതിക്കുന്നതും സ്നേഹിക്കുന്നതും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഒരു ദിവസം രാജാവിന് തന്നോടുള്ള പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുള്ളതായി അദ്ദേഹത്തിന് തോന്നി. തൻ്റെ പിതാവിനെ വിഷമിപ്പിക്കുന്നതെന്താണെന്ന് അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ഒരു കാര്യവും മറച്ചുവെക്കാൻ എനിക്ക് കഴിയുകയില്ല. എൻ്റെ പിതാവിന് നിങ്ങളുടെ പ്രശസ്തിയിൽ അസൂയയാണ്. തനിക്ക് രാജ്യം നഷ്ടപ്പെടുമോയെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. ഇത് കേട്ട് പ്രവാചകൻ ഞെട്ടിപ്പോയി. തലൂത്ത് എന്തോ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും പ്രവാചകനോട് സൂക്ഷിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു. അടുത്ത ദിവസം തലൂത്ത് പ്രവാചകനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, കനാൻ തങ്ങളുടെ സൈന്യത്തെ വിളിച്ചുകൂട്ടി നമുക്കെതിരെ പുറപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നമ്മുടെ സൈന്യത്തെ ഒരുമിച്ചുകൂട്ടി അവരുമായി യുദ്ധം ചെയ്യണം. നിങ്ങൾ വിജയികളാകാതെ തിരിച്ചു വരരുത്. പ്രവാചകനെ ഒഴിവാക്കാനുള്ള അദ്ദേഹത്തിന്റെ സൂത്രമാണിതെന്ന് നബിക്ക് മനസ്സിലായി. ഞാൻ സൈന്യവുമായി അവരോട് യുദ്ധം ചെയ്യാം, അദ്ദേഹം മറുപടി പറഞ്ഞു. കനാന്റെ സൈന്യം വലുതും ശക്തവുമാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ദാവൂദ് നബി കനാൻകാരെ ധീരതയോടെ നേരിട്ടു. നിരവധി ദിവസങ്ങൾ നീണ്ടുനിന്ന ഭീകരമായ പോരാട്ടത്തിനു ശേഷം അല്ലാഹു അവരെ വിജയം നൽകി അനുഗ്രഹിച്ചു. യുദ്ധത്തിൽ നബി കൊല്ലപ്പെടുമെന്ന് തലൂത്ത് കരുതി. പ്രവാചകൻ അത്തരമൊരു വലിയ സൈന്യത്തെ തോൽപ്പിക്കുമെന്ന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ജനങ്ങൾ പ്രവാചകനെ തോളിലേറ്റിവരുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പേടി വർദ്ധിച്ചു. തന്റെ വിശ്വസ്തനായ പടയാളികളിൽ ഒരാളെ വിളിച്ച് തലൂത്ത് പ്രവാചകനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തി. എന്നാൽ പ്രവാചകന്റെ ഭാര്യ അവരുടെ പദ്ധതികൾ കേട്ടു. അവർ ഭയന്നുപോയി. അവൾ പ്രവാചകന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഉടൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടു. പ്രവാചകൻ തന്റെ സാധനങ്ങളും ഭക്ഷണങ്ങളുമായി ഒട്ടകപ്പുറത്ത് കയറി യാത്രയായി. അദ്ദേഹം കുറേ കാലം യാത്ര ചെയ്തു. പിന്നെ ഒരു മലയുടെ മുകളിൽ ഒരു ഗുഹ കണ്ടു. അത് വിശ്രമിക്കാൻ ഒരു നല്ല സ്ഥലമാണെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പ്രവാചകൻ അവിടെ കുറേ ദിവസം താമസിച്ചു. പ്രവാചകൻ ആ ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ അദ്ദേഹത്തെ കാണാൻ വന്നു. ഞങ്ങൾ രാജാവിനെക്കൊണ്ട് മടുത്തു, അവർ പ്രവാചകനോട് പറഞ്ഞു. അയാൾ രാജ്യത്തിലെ എല്ലാവരെയും പേടിപ്പിക്കുന്നു. ഞങ്ങൾ താങ്കളോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസം കുറച്ചുപേർ ഗുഹയിലെത്തി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പ്രവാചകൻ ചോദിച്ചു. ഞങ്ങളെ രാജാവിൽ നിന്നും രക്ഷിക്കണം എന്ന് അവർ പറഞ്ഞു. അവൻ ഒരു ദുഷ്ടനാണ്. അവൻ എല്ലാവരെയും പീഡിപ്പിക്കുന്നു. ദയവായി ഞങ്ങളെയും നിങ്ങളുടെ സൈന്യത്തിൽ ചേർക്കണം. പ്രവാചകൻ സമ്മതിച്ചു. അതുപോലെ കൂടുതൽ കൂടുതൽ ആളുകൾ നബിയുടെ സൈന്യത്തിൽ ചേരാൻ എത്തിക്കൊണ്ടിരുന്നു. തലൂത്ത് അയാളുടെ പ്രജകളെ പരിശീലിപ്പിക്കുകയും തൻ്റെ പടയാളികളെ ഭയപ്പെടുത്തുകയും ചെയ്തു. പൗരന്മാർ മെല്ലെ നേരെ തിരിയാൻ തുടങ്ങി. പ്രവാചകൻ ഒരു സൈന്യത്തെ വിളിച്ചുകൂട്ടിയപ്പോൾ പ്രവാചകനെതിരെ യുദ്ധം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. ദിവസങ്ങളോളമുള്ള യാത്രകൾ കാരണം രാജാവിൻ്റെ സൈന്യം ക്ഷീണിച്ചു. അവർ വളരെ ദൂരം സഞ്ചരിച്ചിരുന്നു. അതിനാൽ താഴ്വരയിൽ കുറച്ചു സമയം വിശ്രമിക്കാൻ അവർ തീരുമാനിച്ചു. തലൂത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ പ്രവാചകൻ ശബ്ദമുണ്ടാക്കാതെ ആ ഗുഹയിൽ കയറി തൻ്റെ വാൾ ഊരി തലൂത്തിൻ്റെ വസ്ത്രത്തിൽ നിന്നും ഒരു കഷ്ണം കീറിയെടുത്തു. എന്നിട്ട് അദ്ദേഹം പുറത്തുപോയി രാജാവിനെ ഉച്ചത്തിൽ വിളിച്ചു. അപ്പോൾ രാജാവ് ഉണർന്നു, ഗുഹയ്ക്ക് പുറത്തു വന്നു. പ്രവാചകൻ തൻ്റെ ആളുകളോടൊപ്പം നിൽക്കുന്നത് അയാൾ കണ്ടു. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നെ കൊല്ലാനാണ്, പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങളെ വെറുക്കുന്നില്ല, നിങ്ങളെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. നിങ്ങളെ എനിക്ക് കൊല്ലണമായിരുന്നെങ്കിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്കത് ചെയ്യാമായിരുന്നു. എന്നിട്ട് പ്രവാചകൻ
ആ തുണിക്കഷ്ണം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ ഒരു കഷ്ണമാണ്. ഇതിനു പകരം നിങ്ങളെ എനിക്ക് കൊല്ലാമായിരുന്നു. പക്ഷേ എൻ്റെ ദൗത്യം കൊല്ലലല്ല, സ്നേഹിക്കലാണ്. രാജാവിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അയാൾ പ്രവാചകനോട് ക്ഷമ ചോദിച്ചു. പ്രവാചകൻ രാജാവിനോട് ക്ഷമിക്കുകയും തൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോകാൻ അനുവദിക്കുകയും ചെയ്തു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു യുദ്ധത്തിൽ തലൂത്ത് കൊല്ലപ്പെട്ടു. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ദാവൂദ് നബി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഓർക്കുകയും അദ്ദേഹത്തെ രാജാവായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അല്ലാഹു അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ശക്തവും വലുതുമാക്കി. ശത്രുക്കൾ അദ്ദേഹത്തെ ഭയപ്പെട്ടു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ പ്രവാചകന് ഒരു പുത്രനുണ്ടായി. അവന് സുലൈമാൻ എന്ന് പേരിട്ടു. കുട്ടിക്കാലം മുതൽ വളരെ ബുദ്ധിമാനും സമർത്ഥനുമായിരുന്നു അവൻ. താഴെ പറയുന്ന സംഭവം നടന്നപ്പോൾ അദ്ദേഹത്തിന് 11 വയസ്സുണ്ടായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ ദാവൂദ് നബി തൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2 പേർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അതിലൊരാൾ ഒരു വയലിൻ്റെ ഉടമയായിരുന്നു. വയലിൻ്റെ ഉടമസ്ഥൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ രാത്രി ഇയാളുടെ ആടുകൾ എൻ്റെ വയലിലെത്തി. എൻ്റെ മുന്തിരി മുഴുവൻ തിന്നു. ഇപ്പോൾ ഒന്നും അവശേഷിക്കുന്നില്ല. എൻ്റെ നഷ്ടത്തിന് നഷ്ടപരിഹാരം നൽകാൻ അയാളോട് ആവശ്യപ്പെടുക. ഇത് ശരിയാണോ? പ്രവാചകൻ ആടുകളുടെ ഉടമയോട് ചോദിച്ചു. അതെ, അദ്ദേഹം മറുപടി പറഞ്ഞു. പ്രവാചകൻ അല്പനേരം ആലോചിച്ചു. എന്നിട്ട്, അവൻ്റെ നഷ്ടത്തിനു പകരം നിന്റെ ആടുകളെ അയാൾക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ ഈ ആടുകളാണ് എനിക്കെല്ലാം എന്ന് അയാൾ മറുപടി പറഞ്ഞു. അപ്പോഴാണ് സുലൈമാൻ സംസാരിച്ചത്. എനിക്ക് മറ്റൊരു പരിഹാരമുണ്ട്. മുന്തിരിവള്ളികൾ വളരുന്നതുവരെ ആട്ടുടമ വയലിൽ പണിയെടുക്കട്ടെ. ആ സമയത്ത് ഭൂവുടമ ആടുകളെ നോക്കട്ടെ. വയലുടമയ്ക്ക് അയാളുടെ വിളവുകൾ തിരിച്ചെടുക്കുന്നതുവരെ ജീവിക്കാനുള്ളത് ആടിൻ്റെ രോമവും പാലും വിറ്റുകിട്ടും. മുന്തിരിവള്ളികൾ വളർന്നാൽ ഭൂവുടമയ്ക്ക് ഭൂമിയും ആട്ടുടമയ്ക്ക് ആടുകളെയും തിരിച്ചു കിട്ടും. പ്രവാചകൻ ആശ്ചര്യപ്പെട്ടു. ഇതാണ് യഥാർത്ഥ ന്യായവിധി. ജ്ഞാനത്താൽ നിന്നെ അനുഗ്രഹിച്ചതിന് അല്ലാഹുവിന് സ്തുതി. തീർച്ചയായും നീ ഒരു ബുദ്ധിമാൻ തന്നെ. നീതിപൂർവമായ ഈ തീരുമാനത്തിൽ ആ 2 പേരും സുലൈമാനോട് നന്ദി പ്രകടിപ്പിച്ചു. ആട്ടുടമയ്ക്ക് തൻ്റെ ആടുകളെ നഷ്ടപ്പെട്ടില്ലല്ലോ എന്നോർത്തപ്പോൾ കൂടുതൽ സന്തോഷമായി. തൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അറിവിനേക്കാൾ കൂടുതൽ അറിവ് നൽകി അല്ലാഹു സുലൈമാനെ അനുഗ്രഹിച്ചിരുന്നു. സത്യസന്ധനും നീതിമാനുമായ ഭരണാധികാരിയായിരുന്നു ദാവൂദ് നബി. തൻ്റെ ജനങ്ങൾക്ക് സമാധാനവും സമൃദ്ധിയും നൽകിയിരുന്നു. തൻ്റെ മനോഹരമായ ശബ്ദത്തിൽ അല്ലാഹുവിൻ്റെ സന്ദേശങ്ങൾ അദ്ദേഹം ജനങ്ങളിലേക്കെത്തിച്ചു. അദ്ദേഹം സബൂർ ഉരുവിടുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ വളരെ പ്രശസ്തവും എല്ലാവരും ഓർമ്മിക്കുന്നതുമാണ്. അദ്ദേഹം രാജാവാണെങ്കിലും ധൂർത്തനായി ജീവിച്ചിരുന്നില്ല. സ്വന്തം ആവശ്യങ്ങൾക്കുള്ള പണം പോലും ഖജനാവിൽ നിന്ന് എടുത്തിരുന്നില്ല. അദ്ദേഹത്തിന് ആയുധ നിർമ്മാണത്തിൽ പരിചയമുണ്ടായിരുന്നു. ആയുധമുണ്ടാക്കി വിറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പ്രവാചകൻ തൻ്റെ ഒരു ദിവസത്തെ 4 ഭാഗങ്ങളായി വിഭജിച്ചു. ഒരു ഭാഗം ജോലി ചെയ്യുവാനും വിശ്രമിക്കുവാനും, രണ്ടാമത്തെ ഭാഗം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുവാനും, അടുത്തത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും, അവസാനത്തേത് പ്രഭാഷണത്തിനുമായി മാറ്റിവച്ചിരുന്നു. ഒരു ദിവസം പ്രവാചകൻ തൻ്റെ മുറിയിൽ പതിവ് പോലെ പ്രാർത്ഥന നടത്തുകയായിരുന്നു. ആരും അദ്ദേഹത്തെ തടസ്സപ്പെടുത്താൻ അനുവദിക്കരുതെന്ന് അദ്ദേഹം പരിചാരകരോട് കൽപ്പിച്ചിരുന്നു. എന്നാൽ 2 പേർ എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം ദേഷ്യത്തോടെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഭയപ്പെടരുത്, അവരിൽ ഒരാൾ പറഞ്ഞു. ഞങ്ങൾക്കിടയിൽ ഒരു തർക്കമുണ്ട്. ഞങ്ങളിവിടെ താങ്കളുടെ ന്യായവിധിക്കായി എത്തിയതാണ്. അതെന്താണ്? പ്രവാചകൻ ചോദിച്ചു. ആദ്യത്തെ ആൾ പറഞ്ഞു, ഇതെൻ്റെ സഹോദരനാണ്. ഇദ്ദേഹത്തിന് 99 പെണ്ണാടുകളുണ്ട്. എനിക്ക് ഒരെണ്ണവും. ഒരു ദിവസം ഇവൻ പറഞ്ഞു, എൻ്റെ ആടിനെ ഇവന് കൊടുക്കാൻ. അവൻ്റെ സംസാരം എന്നെ കീഴ്പ്പെടുത്തുകയും അവൻ എൻ്റെ ആടിനെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. ദയവ് ചെയ്ത് അങ്ങ് ഇതിൻ്റെ വിധി പറഞ്ഞു തരണം. പ്രവാചകൻ മറ്റേയാൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ കാത്തുനിൽക്കാതെ തിരക്കിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന്
ഇത്രയും ആടുകളുള്ളപ്പോൾ നിങ്ങളുടെ ആടിനെ ആവശ്യപ്പെട്ടത് തെറ്റാണ്. പെട്ടെന്നു തന്നെ അവർ രണ്ടുപേരും അപ്രത്യക്ഷമായി. അപ്പോഴാണ് അവർ അല്ലാഹു അയച്ച മലക്കുകളായിരുന്നു എന്ന് പ്രവാചകന് മനസ്സിലായത്. അവർ ഇവിടെ തന്നെ ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന് തൻ്റെ തെറ്റ് മനസ്സിലാവുകയും അല്ലാഹുവിനോട് പാപമോചനത്തിനായി കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. അല്ലാഹു പ്രവാചകനോട് ക്ഷമിക്കുകയും പ്രവാചകൻ ദീർഘകാലം ജീവിക്കുകയും ചെയ്തു. അദ്ദേഹം അല്ലാഹുവിനെ ആരാധിക്കുകയും മരിക്കുന്നതുവരെ അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം വഫാത്തായപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങളും പുരോഹിതന്മാരും ദുഃഖിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കബറടക്കത്തിൻ്റെ സമയത്ത് സൂര്യന് ഭയങ്കര ചൂടായിരുന്നു. അവിടെ എത്തിയ ആളുകളെല്ലാം വളരെ ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോൾ സുലൈമാൻ നബി പക്ഷികളെ വിളിച്ചു. ആയിരക്കണക്കിന് പക്ഷികൾ പറന്നു വന്നു. അവർ ചിറക് വിടർത്തി സൂര്യനെ മറച്ചു. ഇതായിരുന്നു ജനങ്ങൾ സാക്ഷ്യം വഹിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ആദ്യത്തെ ആധിപത്യം.